ദൈവത്തിൻ്റെ വിളിയാളത്തെ കേട്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്, ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ പോവാണ്. പോകുന്ന വഴിയിൽ വഴിയോരത്തൊരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നുണ്ട്, ആശുപത്രിയിൽ എത്തിക്കണം, നന്നായി വിശക്കുന്നുണ്ട്. അവനെ കാണാതെ നിങ്ങൾ പള്ളിയിൽ പോയാൽ, അമ്പലത്തിൽ പോയാൽ അവിടെ ദൈവം ഉണ്ടാവില്ല. ദൈവം ആ സങ്കടപ്പെടുന്നവൻ്റെ കൂടെയാണ് ഉണ്ടാവുക. അതാണ് ദൈവം സത്യമാണ് എന്നതല്ല ശരി, സത്യമാണ് ദൈവം എന്നതാണ് ശരി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗാന്ധിജി പറഞ്ഞ മനോഹരമായ ഒരു വാചകത്തിൻ്റെ ഏറ്റവും രസമുള്ള അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ ഒരു ഭാഷാർത്ഥം അതാണ്. KMCC എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു മഹാപ്രപഞ്ചം എന്ന് പറയാവുന്ന തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. കോവിഡ് കാലത്ത് KMCCയുടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പാർട്ടിയുടെ ചുമതല അനുസരിച്ച് ക്രോഡീകരിച്ച് കണക്കെടുക്കാൻ ഞാനതിൻ്റെ ചുമതല ഏറ്റെടുത്ത ഒരാളായിരുന്നു. ഏകദേശം അന്നത്തെ കണക്ക് 1 കോടി രൂപയിൽ 100 കോടി രൂപയിലധികം KMCCയുടെ സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടായിരുന്നു കോവിഡിൻ്റെ കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ. എന്ന് വെച്ചാൽ ഒരുപടി വോളണ്ടിയർ ഓർഗനൈസേഷൻസിനേക്കാൾ സ്വന്തം കയ്യിലെ പണമെടുത്ത് അത്തരത്തിൽ ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ മറ്റൊരു സംഘടന ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനമായിരുന്നു അന്ന് KMCC നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരുണ്യ പ്രവാഹത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരുപക്ഷെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് KMCCയുടെ പ്രവർത്തകന്മാർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, പ്രവാസം എന്ന് പറയുന്നത് പഴയകാലത്ത് നമുക്കറിയാം, ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ പരമാവധി പിടിച്ചു നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും. ഇന്ന് പ്രവാസം ഒരു അപങ്കുരമായ ജീവിത പ്രക്രിയയാണ്. ഒരു പ്രവാസി വിദേശ രാജ്യത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മക്കളാണ് പോകുന്നത്. പിന്നെ മക്കൾ വാപ്പയെയും കൊണ്ടോ ഉമ്മയെയും കൊണ്ടോ അങ്ങോട്ട് പോകും. പ്രവാസം ഇങ്ങനെ ഒരു നൈരന്തര്യമുള്ള ഒരു പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഇതിനിടയിൽ വീണു പോകുന്ന ആളുകളെ ചേർത്തു പിടിക്കാനുള്ള ഒരു സഹജീവി കാരുണ്യത്തിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഭാഗമായി ശ്രദ്ധേയമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാരുണ്യത്തിന് ഒരൊറ്റ നിറം മാത്രമാണുള്ളത്, അത് മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നാണ്. നമ്മൾക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷാധാരകളും കാഴ്ചപ്പാടുകളുമൊക്കെയുള്ള പലരുമുണ്ട്. ഇരിക്കുന്നത് കണ്ടാൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്, മനുഷ്യരെന്നാണ്. പക്ഷെ നമുക്കിടയിൽ മതത്തിൻ്റെ, ജാതിയുടെ, ഭാഷയുടെ, ദേശത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വ്യത്യസ്തതകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ ആ